നിങ്ങളാരും ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത നല്ല സോഫ്റ്റും വായിലിട്ടാൽ അലിഞ്ഞു പോകും അങ്ങനെയുള്ള ഒരു വെറൈറ്റി ഇഡ്ഡലിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്പെഷ്യൽ ആൻഡ് ഫാസ്റ്റ് കിച്ചൺ. ചക്ക ഇഷ്ടമില്ലാത്തവർ കുറവായിരിക്കും, എന്നാലും ചക്ക ഇഷ്ടപ്പെടാത്തവർക്ക് കൂടി കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് ഇത്, ചക്ക ഇഡ്ഡലി. ഇഡ്ഡലി കഴിക്കുമ്പോൾ ചക്കയുടെ ടേസ്റ്റൊന്നും അറിയില്ല, അതുകൊണ്ട് തന്നെ ചക്ക കൊണ്ടാണ് ഈ ഇഡ്ഡലി തയ്യാറാക്കിയതെന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഈ ചക്ക ഇഡ്ഡലി തയ്യാറാക്കാൻ വേണ്ടി ഒരു ബൗളിലേക്ക് 1/4 കപ്പ് ഉഴുന്ന്, 1 കപ്പ് പച്ചരി ഉഴുന്ന് നല്ലപോലെ കഴുകി വെള്ളമൊഴിച്ച് കുതിർത്ത് വെക്കണം. രാത്രിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇത് രാവിലെ വെള്ളമൊഴിച്ച് കുതിർത്ത് വെച്ച് അരച്ച് വെച്ചാൽ മതി. രാവിലെ ആണെങ്കിൽ രാത്രി വെള്ളമൊഴിച്ച് കുതിർത്ത് വെച്ച് മതി. ഇനി ഇത് രാവിലെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. രാവിലെ അരിയെടുത്ത് ചക്ക മുറിച്ച് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സി ജാറിലേക്ക് ചക്ക ഇട്ട് കൊടുക്കണം. ചക്ക ഒരു പിടി ചക്ക ഇട്ട് കൊടുക്കണം. ചക്ക ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കണം. ആദ്യം ഒന്ന് അരച്ചെടുക്കണം. ചക്ക ഇട്ടിട്ട് ഇതുപോലെ ഒരു പിടി ഇട്ട് കൊടുത്താൽ മതി. കൈ നിറച്ച് മുറുക്ക പിടിച്ചിട്ട് ഒരു പിടി ചക്ക ഇട്ട് കൊടുക്കണം. ഇനി അത് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ആദ്യം നല്ലപോലെ ഒന്ന് കറക്കിയെടുത്തതിന് ശേഷം വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്നും കൂടെ അരച്ചെടുക്കണം. ഇതുപോലെ അരച്ചെടുക്കുന്നത് ചക്ക അരിയും കൂടെ അരച്ചെടുക്കുന്ന സമയത്ത് മുഴുവനായി മുതിഞ്ഞ് കിട്ടൂല, അരഞ്ഞ് കിട്ടൂല, അതുകൊണ്ടാണ്. ഇനി ഇതിലേക്ക് അരിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കണം. ഇങ്ങനെ അരച്ചെടുക്കുന്ന സമയത്ത് മുഴുവനായി ചക്ക അരഞ്ഞ് നല്ല ഇതായിട്ട് കിട്ടും. ഇനി ഇത് അരച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അരിയും കൂടെ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഉഴുന്ന് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്ത് അരക്കാൻ പാകത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇഡ്ഡലി മാവിൻ്റെ പാകത്തിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. ഉഴുന്ന് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് അരിയും ഉഴുന്നും ചക്കയും എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഈ സമയത്ത് തന്നെ ഞാൻ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം. നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഒരു 2 മിനിറ്റ് ഇതുപോലെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊങ്ങി വരും. മാവ് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെക്കണം. അടച്ചു വെക്കുന്ന സമയത്ത് മുഴുവനായി അടച്ചു വെക്കാതെ കുറച്ച് തുറന്ന് അടച്ചു വെച്ചാൽ മതി. ഇതുപോലെ അടച്ചു വെക്കുന്നത് മാവ് പെട്ടെന്ന് പൊങ്ങിക്കിട്ടാൻ വേണ്ടിയാണ്. ഒരു 3-4 മണിക്കൂർ കൊണ്ട് തന്നെ മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി നോക്കാം. നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. മാവ് നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഒരു ഇഡ്ഡലി പാത്രം അടുപ്പത്ത് വെച്ച് പാത്രത്തിലേക്ക് തട്ട് വെച്ച് കൊടുത്ത് തട്ടിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കണം. എണ്ണ തടവി കൊടുക്കുന്നത് മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. പാത്രം ചൂടായതിന് ശേഷം മാവ് ഒഴിക്കുകയാണെങ്കിൽ ഒട്ടിപ്പിടിക്കൂല പാത്രത്തിൽ. പാത്രം ചൂടായിട്ടുണ്ടെങ്കിൽ മാവ് ഒഴിച്ച് അടച്ച് വെച്ച് ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ ഇഡ്ഡലി റെഡിയായി കിട്ടും. ചക്ക കൊണ്ട് ഇഡ്ഡലി തയ്യാറാക്കി നോക്കണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്കും ചെയ്യണേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതൊന്ന് അടച്ച് വെച്ച് ശേഷം ഇതുപോലെ വെള്ളം ഒന്ന് കുടഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇഡ്ഡലി ഇളക്കിയെടുക്കാൻ പറ്റും. പാത്രത്തിലൊന്നും ഒട്ടിപ്പിടിക്കാതെ അധികം ചൂട് തണുക്കാൻ വേണ്ടി നിൽക്കണ്ട. ചൂട് തണുക്കുന്നതിന് മുമ്പിൽ തന്നെ നമുക്ക് ഇതുപോലെ എടുക്കാൻ പറ്റും. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നല്ല രുചിയുള്ള ചക്ക ഇഡ്ഡലി റെഡിയായി. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.
ചക്ക ഇഡ്ഡലിയും ചമ്മന്തിയോ സാമ്പാറോ ഏത് വേണമെങ്കിലും കൂട്ടിയിട്ട് കഴിക്കാം. ചക്ക കഴിക്കാത്തവർക്കൊക്കെ ഇതുപോലെ ഇഡ്ഡലി ഉണ്ടാക്കി കൊടുത്താൽ മതി, എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികളൊക്കെ ചക്ക കഴിക്കാത്തവരാണെങ്കിൽ അവർക്ക് ഈ ഇഡ്ഡലി ഉണ്ടാക്കി കൊടുത്താൽ മതി. ചക്കയുടെ കുറേ റെസിപ്പി ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങളൊന്ന് കണ്ടു നോക്കണം. നല്ല സോഫ്റ്റുമാണ്.